വഖഫ് നിയമ ഭേദഗതിയിൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് ശൈത്യകാല സമ്മേളനത്തിൽ സമർപ്പിക്കും. നവംബർ 21-ന് ഡൽഹിയിൽ കമ്മിറ്റി യോഗം ചേരുമെന്നും മുസ്ലിം മത നേതാക്കൾ പോലും നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും ചെയർമാൻ ജഗദാംബിക പാൽ അറിയിച്ചു. വഖഫ് നിയമ ഭേദഗതി ബിൽ പരിശോധിക്കുന്ന പാർലമെന്റിന്റെ സംയുക്ത സമിതി ഈ മാസം 25-ന് ആരംഭിക്കുന്ന ശൈത്യകാല സമ്മേളനത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കും. നവംബർ 21-ന് ഡൽഹിയിൽ സംയുക്ത സമിതിയുടെ സമ്പൂർണ്ണ യോഗം ചേരുമെന്നും അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കി ശൈത്യകാല സമ്മേളനത്തിൽ തന്നെ പാർലമെന്റിൽ സമർപ്പിക്കുമെന്നും ചെയർമാൻ ജഗദാംബിക പാൽ പറഞ്ഞു. വഖഫ് വിഷയം ബാധിക്കുന്ന രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നേരിട്ട് സന്ദർശിച്ച് വിവിധ കക്ഷികളുമായി കൂടിക്കാഴ്ച നടത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. വഖഫ് നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വരണമെന്നും സാധാരണക്കാരുടെ ഭൂമി സംരക്ഷിക്കണമെന്നും മുസ്ലിം മതാചാര്യന്മാർ പോലും കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. और 21 तारीख को दिल्ली में हम अल्पसंख्यक मंत्रालय को जो हमारे अभी 2.5 महीने से लगातार स्टेक होल्डर्स हमसे मिलते रहे, हितधारक मिलते रहे, इस्लामिक स्कॉलर्स हों, जजेज हों, हाई कोर्ट के लायर्स हों या हमारे अल्पसंख्यक तंजीम के लोग हों या हमारे मेंबर ऑफ पार्लियामेंट्स जो 31 लोग हैं सभी पार्टियों के, उनके जो सवालात थे उसको हम 21 तारीख को अल्पसंख्यक मंत्रालय की तरफ से उसका जवाब सुनेंगे और उसके बाद फिर जैसा मैंडेट है हमारे स्पीकर साहब का, उसकी हम रिपोर्ट की तैयारी करके हम विंटर सेशन में रिपोर्ट प्रस्तुत करने का काम करेंगे. ലോക്സഭയിൽ അവതരിപ്പിച്ച ബിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യത്തെ തുടർന്നായിരുന്നു സംയുക്ത സമിതിയുടെ പരിശോധനയ്ക്ക് വിട്ടത്. കമ്മിറ്റി നൽകുന്ന റിപ്പോർട്ടിന്റെയും ശുപാർശകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. പല സ്ഥലങ്ങളിലും പരിധി ലംഘിച്ചുകൊണ്ടാണ് വഖഫിന്റെ ഇടപെടലുണ്ടായതെന്ന് ചെയർമാൻ ജഗദാംബിക പാലും കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ ഭൂമി പിടിച്ചടക്കുകയാണ് വഖഫ് ബോർഡെന്ന കമ്മീഷൻ അംഗവും മുൻ UP DGPയുമായ ബ്രിജ് ലാലും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി.